ഹൗ ടു ബിക്കം എ സർവേയർ എന്നുള്ള ചോദ്യത്തിന് റിയാസാറിൻ്റെ ഉത്തരം തരും. ITA സർവേ കഴിഞ്ഞ ഒരാൾ ഒരു സർട്ടിഫിക്കേഷൻ സർവേയർ ആയി, പക്ഷെ അവരൊരിക്കലും അവിടെ ഒരു ഇൻഡസ്ട്രിയൽ അലൈൻഡ് ആയിട്ടൊരു സർവേയർ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രൊജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ ആദ്യം കാല് കുത്തുന്നത് ഒരു സർവേയർ ആണെന്നുള്ളത്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ സ്റ്റാർട്ട് ടു എൻഡ് ഒരു സർവേയറിൻ്റെ റോൾ ഉണ്ട്. ഒരു ഫീൽഡിൽ നിന്ന് ഫസ്റ്റ് എൻ്റർ ആവുന്ന സർവേയറാണ്, ലാസ്റ്റ് എക്സിറ്റ് ആവുന്ന സർവേയറാണ്. അതാണ് സർവേയർ റോൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റിൽ. ഈവൻ ഒരു പ്രൊജക്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതും എവിടെ പ്രൊജക്റ്റ് ഏത് ഭാഗത്ത് കൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുള്ളതും എല്ലാം ഡ്രോയിങ്ങിൽ നോക്കി സർവേയർ മാർക്ക് ചെയ്താൽ മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സർവേയറിന് കിട്ടാവുന്ന ഏർണിങ്സ് മന്ത്ലി ബേസിസ് GCC ആൻഡ് കേരളം എത്രയായിരുന്നു? കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും അതിലൊരു ഫ്രീലാൻസ് ആയിട്ട് ഒരു സർവേയർ വർക്ക് ചെയ്യണ അവർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏതൊക്കെ വേർട്ടിക്കൽസിൽ ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യും? ഏറ്റവും കൂടുതൽ സർവേയർമാരുടെ ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യുന്നത് ഒരു സിവിൽ സെക്ടറിനോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിനോ വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ ഒരു ഗ്രോത്ത് ഇല്ലാത്ത സെക്ടറാണോ സർവേ? ഒരിക്കലുമല്ല. ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിയറ്റ്ന പോഡ്കാസ്റ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് കുറച്ചധികം സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം ഒരു സർവേയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് റൈടെക് എന്ന് പറഞ്ഞ സർവേ കമ്പനീൻ്റെ ഫൗണ്ടർ, ലബാമി ബിൽഡേഴ്സിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് മോർ ഓവർ സിയറ്റ്നൻ്റെ ഫൗണ്ടർ കൂടെയാണ്. വെൽക്കം റിയാസ് സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു സർവേയർ ആയിട്ടാണ് തുടക്കം എന്നുള്ളത്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് റിയാസ് സാറിൻ്റെ കരിയറിൻ്റെ ഒരു തുടക്കം ഒന്ന് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു ജേർണി ഡിസ്ക്രൈബ് ചെയ്യുക? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സർവേയർ ആയിട്ടാണ്. സിൻസ് 2022 സർവേയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സർവേ ഫീൽഡിൽ ഞാൻ സർവേയറായിട്ട് ജോലി ചെയ്തു. ഗൾഫിൽ അതുപോലെ തന്നെ 10 വർഷം ജോലി ചെയ്തു. നാട്ടിൽ വന്നിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ്. സർവേ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 വർഷം 7 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സർവേയറിന് കിട്ടാനില്ല എന്നുള്ള നാട്ടിൽ സർവേയർമാർ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമുക്ക് സർവേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേയർമാർ കിട്ടാനില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു സർവേ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സർവേ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ സിയറ്റ്ന എന്നുള്ള പേരിൽ ഇത്രയും വിപുലമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറി എന്നുള്ളതാണ്. ഇതിൽ സർവേയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവേ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിതിൽ അറിയാൻ കഴിയുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും കയറാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അറ്റ് എ ടൈമിൽ തന്നെ ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയതുകൊണ്ട് സർവേയറായിട്ടും അതുപോലെ തന്നെ സർവേ കമ്പനിയിലും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയിലും നമുക്ക് അറ്റ് എ ടൈമിൽ എൻ്റർ ചെയ്യാൻ പറ്റി, ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ പ്രൊജക്റ്റ് ലാൻഡ് കൺസൾട്ടൻ്റായിട്ട് പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മോർ ഓവർ എല്ലാം കൊണ്ടും നമ്മളൊരു ബേസിക് സർവേയറായി ലാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് ഇതെല്ലാ മേഖലയിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. സാർ ഇപ്പോൾ റിയാസ് സാർ ഇപ്പോൾ ഒരുപാട് റോളുകളിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണ്, റൈടെക്കിൻ്റെ ഫൗണ്ടർ, അതേപോലെ ലബാമി ബിൽഡേഴ്സ്, നമ്മുടെ സിയറ്റ്നൻ്റെ ഫൗണ്ടർ കൂടെയാണ്. ബട്ട് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയും നമ്മുടെ സർവേ റിലേറ്റഡ് ആയിട്ട്, ലാൻഡ് സർവേ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചോദ്യം അതുമായിട്ടാണ്. നമ്മുടെ ലാൻഡ് സർവേ എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വലി ലാൻഡ് സർവേ എന്നുള്ളത്? നമ്മുടെ ലാൻഡിലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് നമ്മളതിനെ പറയണം. ഇപ്പോൾ അതായത് ഉയർച്ചയുടെയും അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഹൊറിസോണ്ടലുമായിട്ടുള്ള മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ലാൻഡ് സർവേ എന്ന് പറയാം. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ അങ്ങനെ നമുക്ക് ലാൻഡ് സർവേ ഡിഫൈൻ ചെയ്യാം. ഇനിയിപ്പോൾ ലാൻഡ് സർവേയിൽ ഇപ്പോൾ തുടക്കകാലത്ത് നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് വർഷം മുന്നേ പോവുകയാണെന്നുണ്ടെങ്കിൽ സർവേ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ബട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു ചെയിൻ സർവേ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സർവേ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടുന്ന് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന അഡ്വാൻസ് ടെക്നോളജി വരെ എത്തി നിൽക്കുന്ന ഒരു സർവേ ഹിസ്റ്ററി ഉണ്ട്. ഇതിനെങ്ങനെയായിരിക്കും റിയാസ് സാർ നോക്കിക്കാണുന്നത്? ഇതൊന്ന് ഡിസ്ക്രൈബ്. നമ്മളൊരു മാനുവൽ സർവേ ഉണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ കോലളവ് അങ്ങനെ പല മെത്തേഡുകളുണ്ട്. പക്ഷെ ഒരു മാനുവൽ സർവേ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ചെയിൻ സർവേ മുതലാണ്. ഒരു ചെയിൻ സർവേയിൽ ഒരു മെത്തേഡ് ചെയിൻ അതുപോലെ തന്നെ ക്രോസ് സ്റ്റാഫ് എന്നുള്ള വെച്ചിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴും ഒരു ഓതറൈസ്ഡ് സർവേ എന്ന് പറയുന്നത് ചെയിൻ സർവേ മാത്രമാണ്. ഇപ്പോഴാണ് ഇപ്പോൾ ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയിൻ സർവേ അതുപോലെ തന്നെ കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ,
തിയോഡലൈറ്റ് സർവേ എന്നുള്ള രീതിയിൽ ആണ് മാനുവൽ മെത്തേഡുകൾ സർവേയിലുള്ളത്. പിന്നെ ഒരു 2000 കാലഘട്ടങ്ങളിലാണ് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങിയത്. ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത് ഒരു പോപ്പുലാരിറ്റി ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്നുള്ള ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ളത് ഒരു ബേസിക് നീഡായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ലാൻഡ് സർവേ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷമാണ് പിന്നെ DGPS എന്നുള്ളൊരു എക്യുപ്മെൻറ്റ് വരുന്നത്, സാറ്റലൈറ്റ് മോഡലിൽ സാറ്റലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേ മെത്തേഡ് എന്നുള്ളത്. പിന്നെ ഡ്രോൺ സർവേ വന്നു, ലിഡാർ സർവേ വന്നു, എയർബോൺ സർവേ വന്നു. ഇതെല്ലാം നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ടെക്നോളജി ആയിട്ട് ലാൻഡ് സർവേ, കാരണം ടെക്നോളജി വളരുന്നതിനനുസരിച്ചിട്ട് സർവേ മേഖലയിലും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സർവേ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. ടെക്നോളജി ആയിട്ട് ഇതിന് കറക്റ്റായിട്ട് അത് അലൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് അറിയേണ്ടത്, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, മെയിൻലി നമ്മുടെ കൺസ്ട്രക്ഷനിൽ ഒരു സർവേയറിൻ്റെ റോൾ എന്നുള്ളത് ചെറുതല്ല. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ബേസിക് മുതൽ, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രൊജക്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ ആദ്യം കാല് കുത്തുന്നത് ഒരു സർവേയർ ആണെന്നുള്ളത്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ സ്റ്റാർട്ട് ടു എൻഡ് ഒരു സർവേയറിൻ്റെ റോൾ എന്തായിരിക്കും? അതായത് ഒരു പ്രൊജക്റ്റ് ഒരു ക്ലയൻറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ അതിനൊരു PMCനെ ഏൽപ്പിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റ് എങ്ങനെ പോകണം, എത്രയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്, അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു PMCയിൽ ഒരു കൺസൾട്ടൻറ്റ് സർവേയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് അതിനൊരു ഡാറ്റാസ് ടേക്ക് ചെയ്യാണ്. ഒരു ടൗൺഷിപ്പ് വരികയാണ്, ഒരു 50 ഏക്കർ ടൗൺഷിപ്പ്, അതിലൊരു 20 കിലോമീറ്റർ റോഡ് പ്രൊജക്റ്റ്. ഇതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാൻ, ഒരു DPR പ്രിപ്പയർ ചെയ്യാൻ ഒരു ഫീസിബിലിറ്റി സർവേ സ്റ്റഡി ഉണ്ട്, DPR പ്രിപ്പറേഷൻ ഉണ്ട്. അതിനൊരു സർവേ വരുന്നുണ്ട്, അതിലൊരു സർവേയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആ ഒരു ടെൻഡർ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ വർക്ക് അവാർഡാക്കും. ആ കോൺട്രാക്ടർ വർക്ക് അവാർഡാക്കുമ്പോൾ അവിടെ നമുക്കൊരു ഷോപ്പ് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കോൺട്രാക്ടറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ എക്സിസ്റ്റിംഗ് ഡാറ്റാസ്, എത്രത്തോളം അവർക്ക് കൺസ്ട്രക്ഷൻ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ ടെൻഡർ എമൗണ്ട് ആയിട്ട് ഇത് അലൈൻഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടർ അവിടെ ഒരു സർവേ ചെയ്യുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. ഇതിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ സർവേ വരുന്നത്. കൺസ്ട്രക്ഷൻ സർവേ എന്ന് പറയുന്നത് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഈവൻ ഒരു 50 ഏക്കർ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടെ റോഡ് വരും, പൈപ്പ് ലൈൻ വരും, അതെല്ലാം ബാക്കിയുള്ള ബിൽഡിങ്സുകൾ വരും. ഇതിനെല്ലാം ലൈൻ ആൻഡ് ലെവൽ മാർക്ക് ചെയ്യണം, സെറ്റിംഗ് ഔട്ട് ചെയ്യണം. ഇതെല്ലാം ചെയ്യാനായിട്ട് കൺസ്ട്രക്ഷൻ സർവേയർ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ആ സർവേയർ അവിടെ ഇംപ്ലിമെൻറ്റേഷനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈവൻ ഒരു പ്രൊജക്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതും എവിടെ പ്രൊജക്റ്റ് ഏത് ഭാഗത്ത് കൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുള്ളതും എല്ലാം ഡ്രോയിങ്ങിൽ നോക്കി സർവേയർ മാർക്ക് ചെയ്താൽ മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പൈപ്പ് ലൈൻ ഇടാനാണെങ്കിലും അതിൽ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാനാണെങ്കിലും ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും അതിന് സർവേയർ പോയിന്റ് മാർക്ക് ചെയ്താൽ മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത്രത്തോളം സർവേയറിനാണ് അവിടെ ഒരു മേജർ റോള് അവിടെ വരുന്നത്. അതിനുശേഷം കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, കോൺട്രാക്ടിന് ബില്ല് കിട്ടണമെങ്കിലും അവിടെ ഒരു ആസ് ബിൽഡ് സർവേ എന്നുള്ളൊരു പ്രോസസ്സിംഗ് ഉണ്ട്. കാരണം എത്രത്തോളം അവർ വർക്ക് ചെയ്തു, ആസ് പെർ ഡ്രോയിങ് പ്രകാരം വർക്ക് ചെയ്തോ, ആ വർക്ക് ചെയ്തത് കറക്റ്റാണോ, ലൈൻ ആൻഡ് ലെവലെല്ലാം കറക്റ്റാണോ. ഇപ്പോൾ ഈവൻ ഒരു റോഡാണെങ്കിൽ ഇപ്പോൾ ഒരു 7 മീറ്റർ റോഡ് വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 മീറ്റർ വീതി ചെയ്തിട്ടുണ്ടോ, ആ ലെങ്ത്ത് ചെയ്തിട്ടുണ്ടോ, ആ ഒരു കൺസ്ട്രക്ഷൻ ഓരോ ലെയർ കൺസ്ട്രക്ഷൻ തിക്നെസ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ലൈനും ലെവലും എല്ലാം നോക്കേണ്ടത് സർവേയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു ആസ് ബിൽഡ് സർവേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആസ് ബിൽഡ് സർവേയും കഴിഞ്ഞപ്പോൾ ഈവൻ റോഡാണെങ്കിലും റോഡ് മാർക്കിങ്ങും സൈനേജും എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ സർവേയാണ് അവിടെ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. ഒരു ബിൽഡിംഗ് ആണെങ്കിലും എല്ലാതും, ഇപ്പോൾ ഏതൊരു പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ആണെങ്കിലും എല്ലാവരുടെയും അതിൻ്റെ ഫൈനൽ എടുത്തതിന് ശേഷം മാത്രമേ ഒരു സർവേറിന് അവിടെ എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഒരു ഫീൽഡിൽ നിന്ന് ഫസ്റ്റ് എൻ്റർ ആവുന്ന സർവേറാണ്, ലാസ്റ്റ് എക്സിറ്റ് ആവുന്ന സർവേറാണ്. അതാണ് സർവേർ റോൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റിൽ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ എൻ്റെ 3 ചോദ്യത്തിലൂടെ റിയാസർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സർവേ ഫീൽഡ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉള്ളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വരികയാണ്. ഒരു സർവേയിലേക്ക് എൻ്റർ ആവാനിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. മെയിനായിട്ട് അതിൽ ഫസ്റ്റ് ചോദിക്കാനുള്ളത്, ഒരു സർവേ ഓപ്റ്റ് ചെയ്യണം, ഒരു കരിയറിലേക്ക് എൻ്റർ ആവണം, ഒരു സർവേയറിന് വേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കും? സർവേയറിന് ബേസിക് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത്, ഒന്ന് അവർക്കൊരു മാത്തമാറ്റിക്കൽ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഒരു അറിവ്, ഒരു അത്യാവശ്യം കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് ഇപ്പോൾ ഒരു സർവേ എന്ന് പറയുന്നത് ലാൻഡ് മെഷറിംഗ് ആണ്. അപ്പോൾ ഒരു മെഷർമെൻറ്റിനുള്ള ഒരു എത്ര മീറ്ററാണ്, അല്ലെങ്കിൽ എത്ര ഫൂട്ടാണ്, ഫീറ്റാണ്, പിന്നെ അതുപോലെ തന്നെ എത്ര സെൻറ്റാണ്, എത്ര ഹെക്ടറാണ്, എത്ര ആഴ്സാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു മെഷർമെൻറ്റ് നോളേജ് അവർ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു നോളേജ് അറിയുക എന്നുള്ളതാണ് ഒരു സർവേയർ ആവാനുള്ള ബേസിക് ഒരു നോളേജ്, ഒരു നീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലിപ്പോൾ മെഷീൻസ് ഓട്ടോമാറ്റിക്കലി ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ആവും തോറും സർവേ സെക്ടർ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓഫ് കോഴ്സ് സോഫ്റ്റ്വെയർസ്
ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സർവേയർ ബേസിക്കലി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സർവേയർക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രൊഫിഷ്യൻസി വേണ്ട കുറച്ച് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയായിരിക്കും? അത് ബേസിക്കായിട്ട് ഓട്ടോകാഡും അതുപോലെ തന്നെ എക്സലും. ഈ രണ്ട് സോഫ്റ്റ്വെയർ കമ്പൽസറി സർവേയർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓ, ഓക്കെ. പിന്നെ മോസ്റ്റ് ഓഫ് നമ്മൾ ഈ പറഞ്ഞ പോലെ വേർഡും കാര്യങ്ങളും അതെല്ലാം ഒരു ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷെ മോസ്റ്റ് ഓഫ് ഒരു ടെക്നിക്കൽ സർവേയറിനെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഓരോ എക്യുപ്മെന്റിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി അതും കൂടെ നമ്മുടെ ഒരു അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്, അതിന്റെ നോളജ് അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് അവർക്ക് ഓട്ടോകാഡും എക്സലും അറിഞ്ഞിരിക്കും. അതെ. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും നമ്മളൊരു ഡിമാൻഡിങ് പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരാളുടെ ഉള്ളിലേക്ക് വരുന്ന ചോദ്യം എത്ര പേ നമുക്കിതിൽ കിട്ടും, എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ബൂമായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു സർവേ ഫീൽഡ് പെർട്ടിക്കുലർലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ആൻഡ് GCC നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും? ഒരു സർവേയറിന് കിട്ടാവുന്ന ഏർണിങ്സ് മന്ത്ലി ബേസിസ് GCC ആൻഡ് കേരള എത്രയായിരിക്കും? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് പറയുകയാണ്, ഇപ്പോൾ ഒരു സർവേയർ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും അതിൽ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഇപ്പോൾ ഒരു സർവേയർ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതേസമയം ഒരു സ്റ്റാഫായിട്ട്, ഒരു എംപ്ലോയി ആയിട്ട്, സർവേയറായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് അവർക്ക് കിട്ടുന്നത് 20,000 to 30,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിനുശേഷം അവർക്ക് എക്സ്പീരിയൻസ് ആവുന്തോറും അവർക്ക് അവരുടെ സാലറി കൂടുമെന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് നമ്മൾ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ GCCയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് മിനിമം സാലറി 4,000 to 5,000 റിയാൽ ഓർ ദിർഹം അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പൊസിഷൻ കൂടുന്നത് സീനിയർ സർവേയർ, പ്രൊജക്ട് സർവേയർ, പ്രൊജക്ട് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അവർ പൊസിഷൻ കൂടുന്തോറും അവർക്ക് അവരുടെ സാലറി 15,000 to 20,000 വരെ സാലറി കൂടാം റിയാൽ ഓർ ദിർഹം എന്നുള്ളതാണ്. അത്രയും. പിന്നെ അത് മാത്രമല്ല, ഒരു സർവേയറായിട്ട് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മീൻസ് ഒരു ഫീൽഡിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അവർക്ക് പ്രൊജക്ട് എഞ്ചിനീയറോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജറോ അങ്ങനെ ആ രീതിയിൽ ഏറ്റവും ഫീൽഡിൽ ഇൻഡെപ്തിൽ നോളേജുള്ള ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സർവേയറാണ്. പെട്ടെന്ന് അവർക്ക് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പീരിയൻസ് ആവാനും അവർക്ക് പൊസിഷൻ കയറിപ്പോകാനും അവർക്ക് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ റിയാസ് സാറിൻ്റെ ഇപ്പോൾ ഈ ഒരു ആൻസറിൽ തന്നെ റിയാസ് സാർ കുറേ ഡെസിഗ്നേഷൻസ് പറയുണ്ടായി. ഈ ഡെസിഗ്നേഷൻ ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഒരു സർവേയറിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഒരു കമ്പനിയിൽ കയറി സർവേയറായിട്ട് ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ വേർട്ടിക്കൽസിലായിരിക്കും എൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് വരിക എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അടുത്തത്, ഇപ്പോൾ സാർ കുറേ ഡെസിഗ്നേഷൻസ് പറയുണ്ടായി. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ സർവേ ഫീൽഡിലൊരു ജോബ് ഹൈറാർക്കി, അതായത് ഒരു 2 വർഷം കഴിഞ്ഞാൽ ആ സർവേയർ ഏത് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ അയാളുടെ ഡെസിഗ്നേഷൻ എന്തായിരിക്കും, അങ്ങനെ ഒരു ജോബ് ഹൈറാർക്കി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സർവേ ഫീൽഡിലുള്ളത്? ഇപ്പോൾ ഒരു സർവേയറായിട്ട് ഫസ്റ്റ് കയറുമ്പോൾ ഒരു ഫ്രഷറിന് അസിസ്റ്റൻറ്റ് സർവേയർ എന്നുള്ളൊരു പോസ്റ്റായിട്ട് അല്ലെങ്കിൽ ജൂനിയർ സർവേ എന്നുള്ള പോസ്റ്റായിട്ടാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി റൂൾസ് ആൻഡ് ഇത് വെച്ചിട്ട്. അപ്പോൾ അവർ അസിസ്റ്റൻറ്റ് സർവേയറായിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ അവർക്കുള്ള ഒരു ലെവൽസ് കൊടുക്കാനോ ലൈൻ മാർക്ക് ചെയ്യാനോ മെഷീൻ എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള സർവേ വർക്കുകളായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ അവരുടെ മുകളിൽ ഒരു സീനിയർ സർവേയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സർവേയർ ഉണ്ടാവും. ഇത്തരത്തിലൊരു നമ്പർ ഓഫ് ടീംസാണ് അതിൽ വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ സർവേ എഞ്ചിനീയർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചീഫ് സർവേയർ ഉണ്ടാവും, പ്രൊജക്റ്റ് സർവേയർ ഉണ്ടാവും. അങ്ങനെ പല ഡെസിഗ്നേഷനായിട്ട് വരും. ഇത് ഇത്തരത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണെങ്കിൽ ഓവറോൾ ഒരു ചീഫ് സർവേയർ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ താഴെ സീനിയർ സർവേയർമാരുണ്ടാവും. ഈ സീനിയർ സർവേയർമാർ പല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവുക. കാരണം ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ബിൽഡിങ്സ് ഉണ്ടാവും, ഒരു ബിൽഡിങ്സിൻ്റെ ഒരു സീനിയർ സർവേയർ ഉണ്ടാവും, കുറേ യൂട്ടിലിറ്റീസ് ഉണ്ടാവും, സീവറേജ് നെറ്റ്വർക്കുകൾ. അതറിയാമല്ലോ നമുക്ക്, സീവറേജ് നെറ്റ്വർക്ക് റോഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു 7 or 8 പൈപ്പ് ലൈൻസ് പാരലലി അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാവും. അതെല്ലാം ലേ ചെയ്തതിന് ശേഷം ബാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ റോഡ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ യൂട്ടിലിറ്റികൾ മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാത്രമായിട്ടൊരു സീനിയർ സർവേയർ ഉണ്ടാവും. അതിനുശേഷം റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ സർവേയർ ഉണ്ടാവും. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ചീഫ് സർവേയർ എന്ന് പറയുന്നത്. ഈ സീനിയർ സർവേയറിന് താഴെ അതേപോലെ സർവേയർമാരുണ്ടാവും. ഈ സർവേയർമാരും ഓരോ മേഖലയിലും ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കലി എത്ര ഇത് മനസ്സിലാവുന്നുണ്ട് അറിയില്ല, ഒരു 50 ഹെക്ടർ അല്ലെങ്കിൽ ഏക്കറിൽ ഒരു ടൗൺഷിപ്പ് ആണെങ്കിൽ അതിങ്ങനെ ഇന്റേണലായിട്ട് കുറേ റോഡ്സുകൾ ഉണ്ടാവും, സ്ട്രൈറ്റ് റോഡ്സുകൾ കുറേ ഉണ്ടാവും. ഇങ്ങനെ കുറേ കണക്ടിവിറ്റി റോഡ്സുകളായിരിക്കും ടൗൺഷിപ്പുകൾ ഉണ്ടാവും, ഒറ്റ സ്ട്രൈറ്റ് റോഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വീവറേജ് നെറ്റ്വർക്കുകൾ തമ്മിൽ ക്ലാഷിങ് ആവാൻ ചാൻസ് ഉണ്ട്.
പല യൂട്ടിലിറ്റിയും ക്ലാഷിംഗ് ആവും, പല ഭാഗത്തും. അപ്പോൾ ഈ ക്ലാഷിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി അതിന് ഡ്രോയിങ് എല്ലാം സ്റ്റഡി ചെയ്ത് എന്നതിന് ശേഷം മാത്രമേ താഴെത്തട്ടിലുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള സർവേയർമാർക്ക് ഡ്രോയിങ്സ് കൊടുക്കുള്ളൂ. അവർക്ക് പിന്നെ പണി എന്താണ്, ഈ ഡ്രോയിങ്ങിൽ നിന്ന് ഡാറ്റാസ് പിക്ക് ചെയ്യുക, സൈറ്റിൽ പോയി മാർക്ക് ചെയ്യുക. ഗ്രൗണ്ട് ലെവലിലെ സർവേയർമാർക്ക് അത് മാത്രമേ പണിയുള്ളൂ. പക്ഷേ മുകളിലുള്ള കുറേ സർവേർ പൊസിഷൻസ് ഉണ്ട്, അവർക്ക് ഓഫീസിലിരുന്ന് ഇതെല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക, കൺസൾട്ടന്റിനെ കൂട്ടിയിട്ട് കൊണ്ടുപോയി സൈറ്റിൽ അവർ ചെയ്ത ലെവൽസും ലൈൻസ് എല്ലാം റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് അപ്രൂവൽ വാങ്ങിപ്പിക്കുക. ഇത്തരത്തിലുള്ള കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സീനിയർ സർവേയർ ആവും, പ്രൊജക്ട് സർവേയർ ആവും, സർവേ എഞ്ചിനീയേഴ്സ് ആവാം. അതിനപ്പുറത്തേക്ക് അവർക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ, എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് കൺസ്ട്രക്ഷൻ മാനേജറോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജറായിട്ട് കയറാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഓരോ ഡെസിഗ്നേഷനിലും ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസും വരും. 100% ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇതിലിപ്പോൾ സാർ ഡെസിഗ്നേഷൻസ് പറഞ്ഞ സമയത്ത് ഇതിലിപ്പോൾ ഒരു സർവേയറിന് ഏതൊക്കെ വേർട്ടിക്കൽസിൽ ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യും? ഇപ്പോൾ പല ആപ്പുകളുണ്ട്, എന്താ പറയുക, റെഫറൽസ് ഉണ്ട്. പക്ഷേ സർവേ ഫീൽഡിൽ ഒരു ജോബ് ഹണ്ടിങ് വേർട്ടിക്കൽസ് എങ്ങനെയാണ്? ഒരു ജോബ് നോക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് കോൺട്രാക്റ്റിംഗ് കമ്പനികളിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുക. കാരണം ഏറ്റവും കൂടുതൽ സർവേയർമാരുടെ ആവശ്യമുള്ളത് കോൺട്രാക്റ്റിംഗ് കമ്പനികളാണ്. ഇപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിൽ ഒരു പ്രൊജക്റ്റിൽ അതിൽ മാത്രം 20ഓളം സർവേയർമാരുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയൊരു പ്രൊജക്റ്റിൽ. അപ്പോൾ അത്തരം പൊസിഷൻസ് അവിടെ അത്തരം സർവേമാരുടെ വാക്കൻ്റ് ഒരു പ്രൊജക്റ്റിൽ മാത്രമുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 40 ഹെക്ടറിലുള്ള ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണെങ്കിൽ അത്രത്തോളം സർവേമാർ അവിടെ വാക്കൻ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവേമാർ വാക്കൻസി വരുന്നത് കോൺട്രാക്ടിങ് കമ്പനികളാണ്. അത് റോഡ് പ്രൊജക്റ്റ് ആവാം, ബിൽഡിംഗ് പ്രൊജക്റ്റ് ആവാം, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാവാം, എവിടെയാവാം. അപ്പോൾ ഇത്തരത്തിൽ കോൺട്രാക്ടിങ് കമ്പനികളിലാണ് ഫസ്റ്റ് സർവേമാർ പൊസിഷൻ വരിക. അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ഇതേപോലെ മാർക്കിംഗ്, അവിടുത്തെ എക്സിസ്റ്റിംഗ് ഡീറ്റെയിൽസ് എടുക്കാനുണ്ടാവും. അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി മാർക്കിംഗ് ചെയ്യേണ്ടതുണ്ടാവും. കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ലെവൽസ് ആസ് ബിൽഡ് ഫൈനൽ സർവേ എടുക്കാനുണ്ടാവും. ഇതെല്ലാം പ്രൊസീജിയർ ബേസ് ചെയ്യാനായിട്ട് ഗ്രൗണ്ട് ലെവൽ സർവേയർമാരിന് ആദ്യം ആവശ്യമുണ്ട്. ഫസ്റ്റ് ഫ്രഷേഴ്സിനെ നമുക്ക് അപ്പോയിന്റ് ആവും അതിൽ തന്നെയാണ്. അതിലാണ് ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള, അവിടെ സാലറി സ്കെയിലും കുറച്ച് കുറവായിരിക്കാം, പക്ഷെ അവരത് എക്സ്പീരിയൻസ് ആകുന്നതോടുകൂടി തന്നെ അടുത്ത അവർക്കൊരു സീനിയർ സർവേയറോ അതിൽ അങ്ങനെ ആ രീതിയിൽ അവർക്ക് പൊസിഷൻ ചെയ്ത് പോകാൻ പറ്റും. കോൺട്രാക്ടിങ് കമ്പനിയിൽ തന്നെ പൊസിഷൻ ചെയ്ത് പോകാം. അതിനപ്പുറത്തേക്ക് കൺസൾട്ടന്റ് സർവേയർ എന്നുള്ളൊരു പൊസിഷൻ ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു, ഒരു ക്ലയൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ആവാം, അതിൽ പ്രൈവറ്റ് സെക്ടർ ആവാം. ഗവൺമെൻറ് ഇപ്പോൾ നാഷണൽ ഹൈവേ, PWD അങ്ങനെയുള്ള നമ്മുടെ ഗവൺമെൻറ് സെക്ടേഴ്സ് നാട്ടിലുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു പ്രൊജക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റോഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ, ഈവൻ ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ നമുക്കറിയാം, ട്രിവാൻഡ്രം ടു കാസർഗോഡ് നാഷണൽ ഹൈവേ വലിയൊരു നാഷണൽ ഹൈവേൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം, ഒരു DPR പ്രിപ്പയർ ചെയ്യണം. എത്ര ഭാഗത്ത് ലാൻഡ് എടുക്കേണ്ടതുണ്ട്, എത്ര ഭാഗത്ത് മീൻസ് എൻക്രോച്ച്മെൻ്റ് ഉണ്ട്, എത്ര ഇതിന് കോസ്റ്റ് വരും, പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും, എത്ര ഭാഗത്ത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട്, ബ്രിഡ്ജസ് ഓർ ഫ്ലൈ ഓവർ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു DPR പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു PMCനെ ഇൻവൈറ്റ് ചെയ്യും. ഈ PMC ആണ് അതിന് ഡീറ്റെയിൽഡ് സർവേ ചെയ്ത് അതിനൊരു കോസ്റ്റ് കണ്ട് അതിൻ്റെ എല്ലാ സോഷ്യൽ ഓർ എക്കണോമിക് എല്ലാ അനാലിസിസ് നടത്തിയതിന് ശേഷം ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, ടെൻഡർ എമൗണ്ട്, ആ കോൺട്രാക്ട് ഒരു വർക്ക് എമൗണ്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേയർമാരിനെ അവർക്ക് PMCക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു സർവേയർ പോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ അവിടെ എടുക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർവേയർമാർ മാത്രമേ എടുക്കുള്ളൂ. ദാറ്റ് മീൻസ് ക്വാളിഫൈഡും ആവണമെന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം വരുന്നത് കൺസൾട്ടന്റ് സർവേയർമാരുണ്ട്. കാരണം ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനി ഒരു കോൺട്രാക്ട് വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺട്രാക്ടർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു ലെയർ ഇട്ടു, ഒരു ആസ്പാൾട്ട് ഇട്ടു, അല്ലെങ്കിൽ ബിറ്റുമിൻ്റെ BC ഇട്ടു. അപ്പോൾ അത് കറക്റ്റ് ലൈനിലാണ്, കറക്റ്റ് ലെവലിലാണ് ഇട്ട് എന്ന് ചെക്ക് ചെയ്ത് അത് അപ്രൂവൽ ആക്കാൻ ഒരു അതോറിറ്റി വേണം. അപ്പോൾ ഒരു കൺസൾട്ടൻ്റ് അവിടെ ഉണ്ടാവും. കോൺട്രാക്ടർ വർക്ക് ചെയ്ത് കൺസൾട്ടൻ്റ് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ക്ലയൻറ്റ് അവിടുന്ന് കോൺട്രാക്ടറിന് പേയ്മെൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ കോൺട്രാക്ടറിൽ ഒരു സർവേയർ ഉണ്ട്. ഈ സർവേയർ ചെയ്ത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ കൺസൾട്ടൻ്റ് സർവേയർ വേണം. അപ്പോൾ അവിടെ ഒരു പൊസിഷൻ വരുന്നുണ്ട്. ഇത്തരത്തിൽ കോൺട്രാക്ടിങ് ലെവലിലും കൺസൾട്ടൻ്റ് ലെവലിലും പിന്നെ PMCയിലും ടെൻഡറിങ് അതോറിറ്റിയിലും ഇങ്ങനെ പല രീതിയിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ സർവേയർമാരുടെ വാക്കൻസി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമേയാണ് പിന്നെ ബിൽഡിങ്ങിൽ വേറെയും വരുന്നുണ്ട്. ബിൽഡിംഗ് വർക്കുകളും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് ബിൽഡിങ്ങിലും കൺസ്ട്രക്ഷൻ മേഖലയിൽ സർവേയർമാർ വേണം.
അതുപോലെ പ്രൈവറ്റായിട്ട് ഇപ്പോൾ ഒരു സർവേയറിന് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഫ്രീലാൻസായിട്ട് കുറേ സർവേർമാരുണ്ട്. അവർക്ക് ഇപ്പോൾ പ്ലോട്ട് ഡിവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഏക്കർ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സർവേർ മാർക്ക് അത് സർവേ ചെയ്ത് പ്ലോട്ടായിട്ട് അത് വരച്ച് ചെയ്തതിന് ശേഷം അത് മാർക്ക് ചെയ്യണം. ഇത്രയും ഒരു മേഖല അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി പാർട്ടീഷൻ, ഇപ്പോൾ ഒരു 10 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ പാർട്ടീഷൻ അത് സർവേർമാരാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സർവേ ചെയ്ത് ആർക്കിടെക്റ്റിന് ആ ഒരു ഡാറ്റ കൊടുത്ത് അവരത് ഡിസൈൻ ചെയ്തതിന് ശേഷം അത് എന്താണോ ഡിസൈൻ ചെയ്ത് അത് പ്രകാരം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതും സർവേർമാരാണ് എന്നുള്ളതാണ്. ഇത്രയും വൈഡ് ആയിട്ടൊരു സർവേറിന് ആക്ച്വലി വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ റിയാസ് ഇപ്പോൾ ഓൾറെഡി ഒരു സർവേ കമ്പനി നടത്തുന്ന ഒരാളാണ്. ഒരു സ്റ്റുഡൻറ്റ് സർവേയിലേക്ക് എൻ്ററായി സർവേ പഠിച്ചു കഴിഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ള കോഴ്സസിൻ്റെ പോലെയല്ല സർവേ എന്ന് പറയുന്നത്. ഒരു മെഷീനിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ആവുന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നോളേജും നമ്മൾ സർവേറായിട്ട് അക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഒരു സർവേയറിന് ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ ഏരിയാസിലാണ് ഒരു സർവേയറിന് നോളേജ് വേണ്ടതെന്നുള്ളത്? ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക എക്യുപ്മെൻറ്റ് നോളജാണ്. മെഷീൻ അവർക്ക് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു സർവേറിന് ആവശ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം മെഷീൻ്റെ അടുത്ത് കൈ കൊടുക്കും, ഒന്ന് വർക്ക് ചെയ്യാൻ പറയും. ഇത് നോളജിൻ്റെ ഇറ്റ്സ് ഇനഫ്. അവനത് ഓക്കെ എന്നുള്ളതാണ്. ഗ്രൗണ്ട് ലെവലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ അവന് ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ അവനക്കുള്ള ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഡാറ്റ ടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സെറ്റിംഗ് ഔട്ട് ചെയ്യേണ്ടത് സെറ്റിംഗ് ഔട്ട് ചെയ്യുക. ഇത്ര മാത്രമാണ് അവർക്ക് വർക്ക് വരുന്നത്. ബേസിക്കലി അവർക്കത് അറിയില്ലെങ്കിൽ അതെങ്കിലും അറിയണം. അതറിയില്ല, ബേസിക്കായിട്ട് അതറിയില്ലെങ്കിൽ പിന്നെ സർവേറ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ നാട്ടിൽ ടാപ്പ് പിടിച്ചിട്ടുള്ള സർവേ ഇല്ലല്ലോ. കാരണം ടാപ്പ് എന്നുള്ളത് ഒരു മാനുവൽ മെത്തേഡാണ്. അത് മാക്സിമം എത്ര അളക്കാൻ പറ്റും? ഒരു 20 സെൻറ്റ് 30 സെൻറ്റ്, അതിനപ്പുറത്തേക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മേഖല ഭയങ്കര ഫാസ്റ്റായിട്ട്, ഇൻഫ്രാസ്ട്രക്ചറും ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള സർവേർമാർ ഇല്ല. അപ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു നോളജെങ്കിലും അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു സർവേ ഫീൽഡ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കേൾക്കുന്ന വ്യൂവേഴ്സിന് ഒരു സർവേയർ ആവണം, ഹൗ ടു ബിക്കം എ സർവേയർ എന്നുള്ള ചോദ്യത്തിന് റിയാസാൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇപ്പോൾ ഒരു സർവേയർ ആവാൻ ഇപ്പോൾ ഒരു ബേസിക്കായിട്ട് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ITI സർവേ കഴിഞ്ഞ ഒരാൾ ഒരു സർട്ടിഫിക്കേഷൻ സർവേയർ ആയി, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ചെയിൻ സർവേ 3 മാസം ചെയിൻ സർവേ കഴിഞ്ഞ ഒരു സർവേയർ ആയി എന്ന് പറയാം. പക്ഷേ അവരൊരിക്കലും അവിടെ ഒരു ഇൻഡസ്ട്രിയൽ അലൈൻഡ് ആയിട്ടുള്ള സർവേർ ആവുന്നില്ല എന്നുള്ളതാണ്. അവർ ITIയിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് പഴയകാല മാനുവൽ മെത്തേഡ് മാത്രമാണ്. അവിടെ ഒരു അഡീഷണൽ ഈ ഒരു എക്യുപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടെ കുട്ടികൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ചുള്ള നോളജ് വരുന്നില്ല. അപ്പോൾ ഒരു സർവേയർ ആവാനുള്ള നോളേജ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുക, അവർക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈവൻ +2 കഴിഞ്ഞവർക്ക് പോലും സർവേയർ ആവാം. ഓക്കെ, സർവേയർ ആവും. അവർക്ക് ഈ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് സ്കിൽ ഉണ്ടാവുക എന്നുള്ളതും പിന്നെ ആ സർവേയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പാഷനേറ്റ് ആവുക എന്നുള്ളതും കൂടെയാണ്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാറ് കുറച്ച് മുന്നേ പറഞ്ഞു, ബട്ട് എന്നാലും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം ഒരു സർവേയർ ആവാൻ, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് ആർക്കും ഒരു സർവേയർ ആവാം എന്നാണോ കണ്ടീഷൻ? അതോ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ ആക്ച്വലി സർവേയർ ക്വാളിഫിക്കേഷൻ? ആക്ച്വലി ക്രൈറ്റീരിയ ഇല്ല. അതിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സർവേ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ITI സർവേ എന്ന് പറഞ്ഞാൽ അവന് സർട്ടിഫിക്കേഷനിൽ സർവേയർ ആയി എന്നുള്ളതാണ്. സർട്ടിഫിക്കേഷനിലായി ഗവൺമെൻറ് PSCക്കൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാം, ഗവൺമെൻറ് സർവേയറായിട്ട് കയറാം. ബട്ട് ഒരു ഇൻഡസ്ട്രിയൽ അലൈൻഡ് ആയിട്ടൊരു സർവേയർ ആവണമെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സ് നോളജ് ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ അതിൽ എക്സ്പേർട്ട് ആവുക, എക്സ്പീരിയൻസ് ആവുക എന്നുള്ളതും കൂടെയാണ്. ഓക്കെ. ഇപ്പോൾ ചിലവരൊരു മിസ്കൺസെപ്ഷൻ ആണ് ആക്ച്വലി. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ട് എൻക്വയറി വരുന്നതിൽ എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ സിവിൽ BTech സിവിലോ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിലോ കഴിഞ്ഞു, പിന്നീട് സർവേയിലേക്ക് വരാൻ പാടില്ല, അങ്ങനത്തെ ആളുകൾക്ക് എടുക്കാൻ പറ്റിയതല്ല സർവേ ഫീൽഡ്. ഒരു +2 ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എടുക്കുന്നവർക്ക് അങ്ങനെ അവർ കയറി പോകും. ബട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർവേ ഫീൽഡിലേക്ക് തിരിയാത്തൊരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അതൊരു ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സിവിൽ സെക്ടറിനോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിനോ വരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഇല്ലാത്ത സെക്ടറാണോ സർവേ എന്നുള്ളത്? ഒരിക്കലുമല്ല. കാരണം സർവേ എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്, അത് മറ്റേ സർവേ അല്ലേ, എന്തിനാ സർവേ പോകുന്നത്, വേറെ വല്ല എത്ര നല്ല എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് എന്നുള്ളത്.
പക്ഷെ സർവേ എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അത് വെറും അതായത് നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോൺട്രാക്ടിങ് ലെവലിൽ ഒരു സർവേയർ വേണം എന്നുള്ളത്. അപ്പോൾ കോൺട്രാക്ടിങ് ലെവലിൽ തന്നെ ഹൈ പൊസിഷനിൽ വരുന്ന ചീഫ് സർവേയർ ആവുന്ന ഒരു പൊസിഷൻ ഉണ്ട്. +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ഒരു സർവേ പഠിച്ചിട്ട് അല്ലെങ്കിൽ IT കഴിഞ്ഞവർക്ക് എത്താൻ പറ്റുന്ന മാക്സിമം ഈ ഇതിലാണ് കോൺട്രാക്ടിങ് കമ്പനിയിൽ ഹൈ പൊസിഷൻ വരെ എത്താം. ബട്ട് കൺസൾട്ടൻറ്റ് സർവേയർ ആവാനോ അതിൽ സർവേ എഞ്ചിനീയർ ആവാനോ ഇങ്ങനെയുള്ള പൊസിഷനിൽ മോസ്റ്റ് ഓഫ് അവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗ്. IT സർവേയർമാരെ ആ ഒരു പൊസിഷനിലേക്ക് അവർ വെക്കുന്നില്ല. നമുക്ക് GCCയിൽ നമുക്ക് കാണുമ്പോൾ അറിയാം, അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ശ്രീലങ്കൻസ് അല്ലെങ്കിൽ ഫിലിപ്പീൻസാണ്. കാരണം അവിടെ എഞ്ചിനീയറിംഗ് സർവേ എന്നുള്ളൊരു ഒരു കോഴ്സ് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. 3 വർഷത്തെ 4 വർഷത്തെ സർവേൻ്റെ കോഴ്സ് എഞ്ചിനീയറിംഗ് കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലില്ല. ഇത് പലരും അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ BTech സിവിൽ കഴിഞ്ഞ കുട്ടികൾ സർവേ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൺസൾട്ടൻറ്റ് സർവേയറായിട്ട് ജോബിന് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഈ സർവേ എഞ്ചിനീയറായിട്ടും ജോബിന്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഡ്രോയിങ് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ചലഞ്ചസ് എല്ലാം നോക്കി ഡ്രോയിങ്സിനെല്ലാം സ്റ്റഡി ചെയ്ത് ആ ഒരു ഡിസൈൻ മേഖലയിൽ എക്സ്പീരിയൻസ് ആകുന്ന ഒരു എഞ്ചിനീയറിംഗ് ഒരു സ്കോപ്പുള്ള ഒരു മേഖല അവിടെ നിൽക്കുന്നുണ്ട്. വെറും നമ്മളൊരു ലൈന് കൊടുക്കുക, ഒരു ലെവൽ കൊടുക്കുക എന്ന് സെറ്റിംഗ് ഔട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഡ്രോയിങ്ങിനെയും കൂടി വെരിഫൈ ചെയ്ത് അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് വേഗം കൊണ്ട് നോക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് ഈ കൺസൾട്ടൻറ്റ് സർവേയർ, അതുപോലെ തന്നെ സർവേ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ നോക്കുന്നത് BTech സിവിലാണ്, അതല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള മലയാളീസ് ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി. ഇപ്പോൾ എൻ്റെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടുതൽ വരുന്ന വേറൊരു ഡൗട്ട്, ഒരു മിസ്കൺസെപ്ഷൻ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ടെക്നോളജീസ് സർവേയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഈവൻ ഡ്രോൺ സർവേ, ലഡാർ സർവേ വരെ. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് പഠിച്ചാൽ പോരെ, അതിൻ്റെ ബാക്കിലേക്കുള്ളതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷനൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എത്രയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലല്ലേ നമുക്ക് പ്രൊഫിഷ്യൻസി വേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറേ പേര് അപ്രോച്ച് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇത് റൈറ്റ് ആണോ അതോ റോങ് ആണോ? അത് പക്ക റോങ് ആണ്. കാരണം ആക്ച്വലി ഇപ്പോൾ ഒരു ഓട്ടോ ലെവൽ എന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, ഡിജിറ്റൽ ലെവലുണ്ട്, ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്, DGPS ഉണ്ട്, ഡ്രോൺ ഉണ്ട്, ലിഡാർ ഉണ്ട്, എയർബോൺ ഉണ്ട്. ഇതെല്ലാ എക്യുപ്മെൻറ്റും എല്ലാ മെഷീനറിയും ഡിഫറെൻറ്റ് കാറ്റഗറി ഡിഫറെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. ഈവൻ ഓട്ടോ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഓട്ടോ ലെവൽ ആവശ്യമാണ്, ഡിജിറ്റൽ ലെവൽ ആവശ്യമാണ്. കാരണം ലെവൽസ് മോർ ആക്യുറസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ലെവൽ യൂസ് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു മെട്രോ റെയിലിൻ്റെ അല്ലെങ്കിൽ റെയിൽവേ പ്രൊജക്റ്റുകൾ, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ പ്ലാറ്റ്ഫോമുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്ര ആക്യുറസിയിൽ ലെവൽ കൊടുക്കണമെങ്കിൽ ഡിജിറ്റൽ ലെവൽ നിർബന്ധമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കൾവേർട്ടിൻ്റെ ഒരു വർക്ക് ഉണ്ട്, ഒരു പൈപ്പ് ലൈൻ്റെ ഒരു എക്സ്കവേഷൻ ഉണ്ട്, അതിനൊക്കെ ഓട്ടോ ലെവൽ വെച്ചിട്ട് ലെവൽസ് കൊടുത്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലോങ് DGPSൻ്റെ മീൻസ് ഒരു പൈപ്പ് ലൈൻ്റെ വർക്ക് ഉണ്ട്, ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്റർ പൈപ്പ് ലൈൻ്റെ വർക്കാണ്. ജസ്റ്റ് ഒരു ലൈൻ അടിച്ച് പോയാൽ മതിയെങ്കിൽ DGPS കൊണ്ട് അത് ലൈൻ എടുത്തിട്ട് പോവാം. ഓക്കെ, ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണ്ട. ആ സമയം ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു സെറ്റിംഗ് ഔട്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ സെറ്റിംഗ് ഔട്ട് ഉണ്ട്. അവിടെ നമുക്ക് അതിൻ്റെ ചുറ്റുഭാഗത്തും കുറേ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സെറ്റിംഗ് ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഈ DGPSന് സിഗ്നൽ കിട്ടില്ല. അപ്പോൾ ആക്യുറസിയിൽ നമുക്ക് അവിടെ കറക്റ്റ് ലൈൻ, അവിടെ ഒരു 4 mm 5 mm ലെങ്ത് വൈസ് വ്യത്യാസം വരാൻ പാടില്ല. അവിടെ മോർ ആക്യുറസിയിൽ നമുക്ക് സെറ്റിംഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ നിർബന്ധമാണ്. DGPS നമുക്ക് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 1 സെൻറ്റ് 2 സെൻറ്റ് ഒന്നും വേറൊരു പ്രശ്നമല്ല എന്നുള്ള. ഇപ്പോൾ ഒരു 20 ഏക്കർ 30 ഏക്കർ ലാൻഡ് സർവേ ചെയ്യണം, ഈവൻ ഒരു 3 ഏക്കർ 4 ഏക്കർ തന്നെ ആയിക്കോട്ടെ, സർവേ ചെയ്യാൻ നമുക്ക് DGPS യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ഓപ്പൺ ഏരിയ ആവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ സ്റ്റേഷനോട് ഇങ്ങനെ നടക്കുമ്പോൾ അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടാണ്. പക്ഷേ ആ ഒരു സമയത്ത് അത് DGPS നമുക്ക് അഡ്വാൻസ്ഡ് എക്യുപ്മെൻ്റ് എന്ന് പറയാം. ഒരു 50 സെൻറ്റ് ലാൻഡാണ്, 50 സെൻറ്റിലാണ്, കുറേ തിക്ക് ഏരിയ ബിൽഡിങ്ങുകളുള്ള ഏരിയയാണ്. മേ ബി അവിടെ എന്ത് നടക്കില്ല, DGPS നമുക്ക് മറ്റേ പ്രോസസ്സിങ് ആവില്ല. അവിടെ ടോട്ടൽ സ്റ്റേഷൻ ആവശ്യമാണ്. അത് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ വലിയ റോഡ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കാം, ഈവൻ ഒരു 50 കിലോമീറ്റർ റോഡ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ DGPSോട് പോലും നമുക്ക് ഇതിങ്ങനെ ഡീറ്റെയിൽ എടുത്ത് പോകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല, മീൻസ് ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെയാണ് നമുക്ക് ഡ്രോൺ സർവേ എന്നുള്ളൊരു ഇത് വരുന്നത്. ഫ്ലൈ ചെയ്ത് പോയാൽ മതി, അവിടെ ആ ഡാറ്റ പിക്ക് ചെയ്യും,
പക്ഷേ അതൊക്കെ DPR പർപ്പസിനെ പറ്റുള്ളൂ. ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡാറ്റ ടേക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു എഞ്ചിനീയറിംഗ് ഫീസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലാൻഡ് ഉണ്ട്, എത്ര ബിൽഡിങ്സ് ഉണ്ട്, എത്ര റോഡ്, നിലവിലുള്ള റോഡിൻ്റെ വീതി എത്ര, ഇനി എത്ര വീതി കൂട്ടാൻ പറ്റും, എത്ര ലാൻഡ് എടുക്കണം, എന്താണ് അവിടുത്തെ എന്നുള്ള രീതിയിലുള്ള ഒരു ഓവറോൾ ഡാറ്റാസ് ടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രോൺ സർവേ യൂസ് ചെയ്യുന്നത്. ഈവൻ അതൊരു വലിയൊരു ഏരിയ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെയുള്ള വലിയൊരു ഹൈവേ പ്രൊജക്റ്റ് 600 കിലോമീറ്റർ ഉണ്ട്. അതും ഡ്രോൺ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോഴാണ് ഈ ഹെലികോപ്റ്ററിലൊക്കെ ഈ സർവേ എക്യുപ്മെന്റ്സ് ഫിക്സ് ചെയ്തിട്ട് എയർബോൺ സർവേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം നമ്മളെ പ്രൊജക്റ്റിന്റെ വലുപ്പം കൂടുന്നു അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ് യൂസേജ് ആണ് ഇത് വരുന്നത്. അതായത് ഓരോ സിറ്റുവേഷനിലും മെഷീൻസിന്റെ പേർപ്പസ് മാറുന്നുണ്ട്. അല്ലാണ്ട് അഡ്വാൻസ്ഡ് ഒരു മെഷീൻ ലോഞ്ച് ആയി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ഒരു മെഷീൻസിനും പേർപ്പസ് ഇല്ല എന്നുള്ളതല്ല. എല്ലാം ആവശ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിൽ ഒരു ലിഡാർ സർവേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൊബൈൽ മാപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സർവേക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഈവൻ കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് യൂസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സുകളാണ് ഈ ടോൾ സ്റ്റേഷനും DGPSഉം ഡിജിറ്റൽ ലെവൽ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു എക്യുപ്മെന്റ്സുകളാണ്. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കുറേ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഡൗട്ടുകളാണ് ഞാൻ പറഞ്ഞത്. അത് കൂടാതെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, സാറേ സർവേ ഫീൽഡിൽ എടുത്ത് ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വരും, ഒരുപാട് വെയിൽ കൊള്ളേണ്ട ഒരു കരിയറാണ് സർവേ ഫീൽഡ് എന്നുള്ളത്. അതിൽ റിയാസ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് വെയിൽ കൊള്ളണം. ഗ്രൗണ്ട് ലെവലിൽ സർവേർമാർ കുറച്ച് വരും. പക്ഷെ അവിടെ ഒരു പാഷൻ ഉണ്ട്, ഒരു ഔട്ട്ഡോർ വർക്കാണ്. ഞാൻ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് അതിൽ. കാരണം നമുക്കിപ്പോൾ ഒരു സർവേറായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ, ഫോർ എക്സാമ്പിൾ റോഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ ഒരു കുറച്ച് ലെവൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർവേറിന് അവിടെ വർക്കില്ല. പിന്നെ അവിടെ JCB മെഷീൻസുകൾ അവിടെ എക്സ്കവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ മെറ്റീരിയൽ ലേ ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ സർവേറിനോട് വർക്ക് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവർ ട്രാവലിംഗ് അവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പുറത്തുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു ഓഫീസ് ജോബ് ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി ചിലപ്പോൾ ഫീൽഡ് വർക്ക് ഇഷ്ടപ്പെട്ടോളെന്നുണ്ടാവില്ല. ബട്ട് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് ഓഫീസിൽ ഇരുത്തി കഴിഞ്ഞാൽ അവർ ഇരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരു ക്യാബിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റത്തിന് മുന്നിൽ ഒരു 8 to 5 മണി വരെ അവരിങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിൽ പുറത്ത് കുറേ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ്, കുറേ ആളുകളായിട്ട് അവർ സംസാരിക്കുകയാണ്, അവർക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അവരുടെ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ അവർക്ക് ഒരു വർക്കിംഗ് ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്, ഔട്ട്ഡോർ വർക്കിംഗ് ഫ്രീഡം. അത് ഒരു പരിധി വരെ സ്റ്റാർട്ടിങ്ങിൽ വെയിലോടണം. അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സർവർ, ചീഫ് സർവറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഡ്രോയിങ് ചെക്ക് ചെയ്യണം, അവർക്ക് കൺസൾട്ടന്റിനെ കൊണ്ടുപോയി അത് വെരിഫൈ ചെയ്യിപ്പിക്കണം. ഇത്തരത്തിൽ കുറേ കമ്മ്യൂണിക്കേഷൻസ് അവർക്ക് നടക്കുന്നുണ്ട്. സോ മീൻസ് ആ സമയത്ത് കൂടുതലായിട്ട് ഫുൾ ടൈം വെയിലുകൊണ്ട് നിൽക്കണ്ട എന്നുള്ളൊരു ഇതുകൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സർവേ ഫീൽഡ് സെലക്ട് ചെയ്ത കാലാകാലം വെയിലുകൊണ്ടൊരു ഫീൽഡ് ജോബ് ഒരിക്കലുമല്ല. നമ്മുടെ ഹൈറാർക്കി ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് പൊസിഷൻ മാറും, അവർക്ക് അവരുടെ പ്രിവിലേജും കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. എൻ്റെ ഈ ഒരു സെഗ്മെന്റത്തെ അവസാനത്തെ ഒരു ചോദ്യം, നമ്മുടെ ഈ ഒരു സർവേ ഫീൽഡിൽ ഒരു എംപ്ലോയ്മെന്റ് മാത്രമല്ല, ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രീലാൻസ് സർവേയർ ആവാം, അല്ലെങ്കിൽ സർവേ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ചോദ്യം, ഹൗ ടു ബിക്കം എ ഫ്രീലാൻസ് സർവേയർ? ഒരു ഫ്രീലാൻസ് സർവേയർ ആവാൻ ഒരു കമ്പനിയിൽ കയറാതെ നമ്മൾക്ക് ബിസിനസ് മോഡലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഹൗ ടു ബിക്കം എ ഫ്രീലാൻസ് സർവേയർ? ഈസി ആയിട്ട്. ഇപ്പോൾ ഒരു ടോട്ടൽ സ്റ്റേഷൻ അറിയുന്ന ഒരാളാണ്, ഡിജിറ്റൽ ലെവലും DGPS ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടോട്ടൽ സ്റ്റേഷൻ പർച്ചേസ് ചെയ്തിട്ട് ഒരു ഫ്രീലാൻസ് സർവേയർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് വരുന്ന വർക്കുകൾ ഒന്ന് പ്ലോട്ട് ഡിവൈഡിങ്, പ്ലോട്ട് മെഷർമെൻറ്റ്. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇപ്പോൾ ഒരു ലാൻഡ് വിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 20 സെൻറ്റ് 30 സെൻറ്റ് ലാൻഡ് അവർ സർവേ ചെയ്ത് സ്കെച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് സെയിൽ ചെയ്യാം. പിന്നെ അത് പ്ലോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് ആക്കിയിട്ട് അങ്ങനെ ആ ഒരു രീതിയിലും അവർക്കൊരു വർക്കുകൾ വരും. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അവിടെ സെറ്റിംഗ് ഔട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും അതേപോലെ സെറ്റിംഗ് ഔട്ട് വർക്കുകൾ വരും. പിന്നെ ഫാമിലി പാർട്ടീഷൻസിൻ്റെ വർക്കുകൾ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കുറേ റോഡ് പ്രൊജക്റ്റുകളുടെ വർക്കുകൾ വരും. റോഡിൻ്റെ ഡാറ്റാസ് എടുത്തു കൊടുക്കാൻ, അതുപോലെ തന്നെ റോഡിൻ്റെ PWD വർക്കുകൾ, സർവേ, ഇതൊക്കെ പ്രൈവറ്റ് വർക്കുകൾ, ഫ്രീലാൻസ് ആയിട്ട് സർവേറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന വർക്കുകളാണ്. അങ്ങനെ എടുത്ത വർക്ക് തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പം നമുക്ക് ആ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ എൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് അവസാനിച്ചു. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് നമ്മുടെ റാപ്പിഡ് ഫയർ ആണ്. റാപ്പിഡ് ഫയർ എടുത്ത എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1 ടൂൾ ഓർ സോഫ്റ്റ്വെയർ യു കാൺ ലീവ് വിത്തൗട്ട് എന്ന് പറയാൻ പറഞ്ഞ ഏത് സോഫ്റ്റ്വെയർ?
AutoCAD. GCC or Kerala. GCC. One mistake student should stop immediately. Laziness. Tea or coffee. Tea. One book you would suggest. Alchemist. Day or night. Day. Time or money. Time. One word that describe Zietna. Empowerment. Okay. And ഈ സെഗ്മെന്റിന്റെ അവസാനത്തെ ചോദ്യം, one piece of advice you want to give to the audience. കണ്ടിന്യൂസ് ലേണിംഗ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ അറിഞ്ഞ അറിവുകളാണ് ഇപ്പോൾ അടിപൊളി എന്ന രീതിയിൽ ചിന്തിക്കാതെ കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, നമ്മളെപ്പോഴും സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം വളരെ ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ മേഖലയാണ് നമ്മുടെ ചുറ്റുപാടുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് നമ്മളൊരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ആവുന്നതിന് കൂടി തന്നെ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എല്ലാ മേഖലയിലും നമുക്കൊരു ബേസിക് നോളജ് നമ്മൾ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുമോ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. Okay. Thank you so much.